എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കിയത് മാങ്ങ ഇഞ്ചി അരച്ച് കലക്കിയതും നാടൻ കായ് വഴുതനങ്ങ വറുത്തതുമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു 4 നാടൻ കായ് വഴുതനങ്ങ, ഇങ്ങനെ നീളത്തിലുള്ള നാടൻ കായ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് 2ആയി കീറി അതിനെ വീണ്ടും 3ആയി ഇങ്ങനെ പിളർന്ന് വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ മീനിനൊക്കെ യൂസ് ചെയ്യുന്ന മസാല പോലെ 1 സ്പൂൺ ഉപ്പുപൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ചെറിയുള്ളി വേണമെങ്കിൽ അരച്ച് ചേർക്കാം. എനിക്ക് സമയക്കുറവ് കാരണം രാവിലെ ഞാനത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ 3 മസാല മാത്രം അതിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഉള്ളിലേക്കൊക്കെ ആക്കി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സാധാരണ വഴുതനങ്ങ നമ്മൾ ഉപ്പേരി വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റായിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം അതിനെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട്, ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലെ നമ്മൾ ഒരു ഓട്ടയുള്ള തട്ടുകൾ ലഭിക്കാറുണ്ട്, അതുപോലെ ആവി കയറുന്ന ഒരു പാത്രം അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ വഴുതനങ്ങേനെ നമ്മളതിൻ്റെ മേലെ അടുക്കുക, പാത്രത്തിലോട്ട് അടുക്കുക. എന്നിട്ടത് അടച്ച് ആവി കയറാനായിട്ട് വയ്ക്കുക. ഒന്ന് നല്ലോണം ആവി കയറുമ്പോൾ ഇത് കുറച്ച് സോഫ്റ്റാവും. അല്ലാതെ നമ്മൾ എണ്ണയിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല കല്ല് പോലെ ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് ആവി കയറ്റിയാൽ നല്ല മയം ഉണ്ടാവും, കഴിക്കാനൊരു സുഖം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവി കയറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാനൊരു മണത്തിന് ചെറിയുള്ളി ചേർക്കാത്തത് കൊണ്ട് 2 വെളുത്തുള്ളി കീറിയിടാണ്. അപ്പോൾ ഇതിനൊരു മണം ഉണ്ടാവും. ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് പാനിൽ ഈ നാടൻ കായ വഴുതനങ്ങ നിരത്തുക. എന്നിട്ട് നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ അത് ഒന്ന് വേകാനായിട്ട്, ഫ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം ഫ്രൈ ആയ ശേഷം തിരിച്ച് മറ്റേ ഭാഗവും കൂടെ ഫ്രൈ ആവാൻ വയ്ക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ തൂവി നല്ല ഫ്രൈ ആയി വരുമ്പോൾ അതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ വഴുതനങ്ങ റെസിപ്പി. ഇനി ഞാൻ പറഞ്ഞു മാങ്ങ ഇഞ്ചി ഇതുപോലെയാണ് ഉണ്ടാവുക. നമുക്ക് മാങ്ങയുടെ മണം ഉണ്ടാവും അതിന്. അപ്പോൾ ആ ഇഞ്ചി ഒരു വലിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു അരമൂടി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കുറച്ച് കടുകും. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരച്ച് കൊണ്ടുവരിക. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരും, പിന്നെ കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് അതിൽ കടുക് 1 സ്പൂൺ ഇടുക, ഉലുവ 1/2 സ്പൂൺ ഇടുക. ഓയിലിലോട്ട് പിന്നീട് നമ്മൾ കറിവേപ്പിലയും ചേർക്കുക. അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാങ്ങയിഞ്ചിയും തേങ്ങയും ചേർക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി തിളപ്പിക്കണം. അപ്പോഴേ ആ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ചമണം പോവുള്ളൂ. നമ്മൾ മാങ്ങ അരച്ച് കലക്കി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തൈര് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കുക. തൈര് ചേർത്ത ശേഷം അധികം തിളപ്പിക്കേണ്ട, അങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെസിപ്പി ഇതാണ്. പിന്നെ ഇരുമ്പുളി അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരും. കാരണം അതിപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.